നമ്മൾ വുളു എടുക്കും. വുളുവിന്റെ ഒക്കെ വാസ്തവത്തിൽ വുളു എടുക്കുമ്പോ ചെറിയ അശുദ്ധി ഉയർത്തുന്നത്. എന്താണ് ഉയർത്തുന്നത്? നീ ശരിക്ക് സോപ്പിട്ട് വൃത്തിയാക്കി ഷാമ്പിട്ട് വൃത്തിയാക്കി കയ്യും മുഖമൊക്കെ കഴുകി പിന്നെ നിസ്കരിക്കാൻ പറ്റുമോ? പറ്റൂല. ഒരു ചളിയും ഒരു മാലിന്യവും ഒരു കരടും നിന്റെ കയ്യിലും മുഖത്തൊന്നും ഇല്ലെങ്കിലും നിസ്കരിക്കാൻ പറ്റൂല. വുളു എടുക്കണം. അപ്പൊ എന്തിനാ വുളു എടുക്കണത്? ചളിയും നജസും മാലിന്യവും വേർപ്പും പോക്കാനാണോ? എങ്കിൽ അതൊന്നും ഇല്ലല്ലോ. പിന്നെ വുളു അതല്ല, അത് നിന്റെ മനസ്സ് ശുദ്ധിയാക്കണ തൗബയാണ്. നിന്റെ മുഖം കഴുകുമ്പോ പടച്ചോനെ എന്റെ കണ്ണുകൊണ്ട് നോക്കി ഹറാമ് പൊരുത്തപ്പെട്ട് തരണം. അല്ലാഹുവേ എന്റെ മുഖം കൊണ്ട് ഞാൻ ചെയ്തത്, ചുംബിച്ചത്, കണ്ണുകൊണ്ട് കണ്ടത്, നോക്കിയത് മാപ്പാക്കണം. തൗബ. കൈ കഴുകുമ്പോ കൈ കൊണ്ട് തൊട്ടത്, കൈ കൊണ്ട് ഞാൻ ചെയ്തത്, പറഞ്ഞത്, എഴുതിയത് എല്ലാം മാപ്പാക്കി തരണം. ചെവി തടവുമ്പോ ചെവി കൊണ്ട് ഹറാം കേട്ടത്, ഗീബത്ത് കേട്ടത് മാപ്പാക്കി തരണം. കാല് കഴുകുമ്പോ കാല് കൊണ്ട് ഹറാമിലേക്ക് പോയത് മാപ്പാക്കി തരണം. തൗബയാണ്. അതുകൊണ്ടല്ലേ വുളു ചെയ്താൽ ആ വെള്ളം നീ തുടക്കരുത്. ആ വെള്ളം കൊഴിഞ്ഞു പോകുമ്പോ മുഖത്തിൽ നിന്ന് വുളു ചെയ്ത വെള്ളം വീഴുമ്പോ നിന്റെ കണ്ണുകൊണ്ട് മുഖം കൊണ്ട് ചെയ്ത തെറ്റുകള് ആ വെള്ളത്തിലൂടെ ഒലിച്ചു പോകുമെന്ന്. നിന്റെ കയ്യിൽ നിന്ന് വെള്ളം ഉറ്റി വീഴുമ്പോ കൈ കൊണ്ട് ചെയ്ത തെറ്റുകൾ അങ്ങ് ഒലിച്ചു പോകുമെന്ന്. അതുകൊണ്ട് തുടക്കാൻ പാടില്ല എന്ന് ഇമാമുന ശാഫിഈ. അതുകൊണ്ടാണ് അബൂ ഹനീഫ ഇമാമിന് കറാമത്ത്. ഒരാൾ വുളു എടുക്കുമ്പോ അയാളെ മുഖത്ത് നിന്നൊഴുകുന്ന വെള്ളം നോക്കിയിട്ട് അബൂ ഹനീഫ ഇമാം പറയും അവൻ ഇന്നാരിനെ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരാളെ കയ്യിൽ നിന്ന് വുളു ചെയ്യുമ്പോ ആ മനുഷ്യന്റെ കയ്യിൽ നിന്നൊലിക്കുന്ന വെള്ളത്തെ നോക്കിയിട്ട് അബൂ ഹനീഫ ഇമാം പറയും അവൻ കട്ടവനാണ്, അവൻ ഹറാമ് ചെയ്തവനാണ്. വുളു ചെയ്തവന്റെ മുഖത്തുനിന്നും കയ്യെന്നും കാലിന്നും ഒലിക്കുന്ന വെള്ളത്തെ നോക്കിയിട്ട് അവർ ചെയ്തു പോയ തെറ്റുകൾ വിളിച്ചു പറയുന്ന കറാമത്തുണ്ടായിരുന്നു അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. തൗബയാണ്. ഇങ്ങനെ അങ്ങ് ഓതെടുത്തിട്ട് നമ്മള് കൈകൾ ഉയർത്തി പറയാൻ, പടച്ചോനെ അല്ലാഹുമ്മ ജിഅൽനി മിനത്തവാബീൻ, ഈ തൗബ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇത് തൗബയായിരുന്നു പടച്ചോനെ. അല്ലാഹുവേ അല്ലാഹുവേ നിന്റെ യഥാർത്ഥ തൗബ ചെയ്യുന്നവരെന്നെ പെടുത്തണേ അല്ലാ. അപ്പൊ മനസ്സിലാണ്ട് സാന്നിധ്യം വരും. നമ്മൾ ഏത് ദിക്റും അതിന്റെ സാഹചര്യത്തിൽ ബന്ധമുണ്ടല്ലോ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹില്ലദീ അത്അമനി, എന്നെ തീറ്റിച്ച അല്ലാഹുവിനിക്കാണ് സർവസ്തുതിയും. ആ തീറ്റിച്ചല്ലാക്ക് സ്തുതി. അപ്പൊ ആ ദുആക്ക് ഒരു ബന്ധമുണ്ട്. ബാത്റൂമിൽ നിന്ന് വരുമ്പോ ഗുഫ്രാനക അൽഹംദുലില്ലാഹില്ലദീ അൽഹബനില്ലദാ, എന്റെ വയറ്റിൽ കെട്ടിക്കടന്ന എന്റെ മാലിന്യം ഒഴിവാക്കി തന്ന പടച്ചോനെ നിനക്ക് സ്തുതി. ഇല്ലേ, വയറ്റിന്നങ്ങ് പോയില്ലെങ്കിൽ പിന്നെ ക്യാൻസറാണ്, ഓപ്പറേഷൻ ചെയ്യണം. ഫുള്ളായി പോയാൽ ക്ഷീണം വന്നു പോകും, നടക്കാൻ പറ്റൂല. ഫുള്ള് വയറ്റിന്ന് പോകാനും പറ്റൂല, തീരെ പോകാതിരിക്കാനും പറ്റൂല. അതല്ലേ അള്ളാഹുവിന്റെ സംവിധാനം. നിന്റെ വീട്ടിലെ വാട്ടർ ടാങ്ക് നിറഞ്ഞാൽ വെള്ളം ഒഴുകുമ്പോഴേ നിനക്ക് ടാങ്ക് നിറഞ്ഞു എന്നറിയുള്ളൂ. നിന്റെ വയറ് നിറയുമ്പോ അറിയാതെ നിന്റെ വയറ്റിന്ന് പോയാൽ ശരീരമാകെ നജസാകും, തുണിയും കുപ്പായുമാകെ കാഷ്ടമാകും. നിന്റെ മൂത്രസഞ്ചി മൂത്രം നിറയുമ്പോ അറിയാതെ ടാങ്ക് നിറഞ്ഞ് ഒഴുകുന്ന പോലെ മൂത്രം പോയാ പ്രശ്നമാകും. അപ്പൊ അള്ളാഹു സിഗ്നൽ തന്നു, തലച്ചോറിന് വിവരം കൊടുത്തു, എടാ നിറഞ്ഞിട്ടുണ്ട്, ടാങ്ക് നിറഞ്ഞിട്ടുണ്ട്, ബാത്റൂം പോകൂ എന്ന്. അപ്പൊ ബാത്റൂം ഒന്ന് പോയി ഇറങ്ങുമ്പോ അൽഹംദുലില്ലാ സർവസ്തുതിയും നിനക്കാണു. അല്ലദീ അൽഹബ അന്നില്ലദാ, ഈ മാലിന്യം നീക്കിയ റബ്ബേ നിനക്കാണ് സ്തുതി. അപ്പൊ ആ ദിക്റിന് അതൊരു ബന്ധം. അതുപോലെ വുളു ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീൻ, പടച്ചോനെ തൗബ ചെയ്യുന്നവരിൽ പെടുത്തണേ തമ്പുരാനെ. കാരണം എന്താ, ഈ വുളു തൗബയായിരുന്നു. ഇങ്ങനെ തൗബ എന്ന നിദ്യത്തോടുകൂടെ സുബൈക്ക് വുളു എടുത്ത് ളുഹ്ർക്ക് വുളു എടുത്ത് 5 വക്ത് നിസ്കരിച്ചാൽ ഒരു തെറ്റുണ്ടാകൂലടോ. നിസ്കാരവും അങ്ങനെയാണ്, അത് സംസ്കരണമാകും. അല്ലാതെ കുറെ കാട്ടിക്കൂട്ടലല്ലേ ഉണ്ടാവുകയുള്ളൂ. ഞാൻ പറഞ്ഞത് ഇബാദത്തിന്റെ മർമ്മം അറിയണം. അതിന് മഹാന്മാരുമായി മശായിഖന്മാരുമായി ബന്ധം വേണം, സൂഫിയാക്കളുമായി സാലിഹ്യങ്ങളുമായി ബന്ധം വേണം. അതാ ഞാനീ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, കക്കൂസ് എന്ന് വരുമ്പോ ഗുഫ്രാനക, പടച്ചോനെ മാപ്പാക്കി തരണേ. എന്തിന്? കക്കൂസ് പോകൽ തെറ്റാണോ? മൂത്രയിക്കൽ തെറ്റാണോ? വിസർജിക്കൽ തെറ്റാണോ? പിന്നെന്തിനാ ഒന്ന് മൂത്രയിച്ചു വരുമ്പോ പടച്ചോനെ മാപ്പാക്കി തരണേ. അല്ലാഹുവേ, പരിപൂർണമായ ദിക്റിന് തടസ്സമാണ് ബാത്റൂം. നാവ് കൊണ്ട് ചെല്ലാൻ പറ്റൂലല്ലോ. കക്കൂസ് ഇരിക്കുമ്പോ ദിക്ർ മുടങ്ങിയല്ലോ, അല്പം ദിക്ർ മുടങ്ങിയല്ലോ. പടച്ചോനെ ഗുഫ്രാനക മാപ്പാക്കി തരണേ. ജീവിതം മുഴുവനും ദിക്റാകണം. നാവ് കൊണ്ട് ചൊല്ലുക എന്നുള്ളതല്ല. ദിക്ർ എന്ന് പറഞ്ഞാൽ ഓർമ്മ എന്നാണ്. അത് കൽബിലാണ്. ഓർമ്മ ഇവിടെ കൽബില, നാവിലല്ല. ആദ്യം കൽബിലുണ്ടാക്കി കൊടുക്കണം. ആ ചിന്ത മനസ്സിലുണ്ടെങ്കിൽ ആ ഖൈറാൻ. അല്ലെങ്കിലോ പടച്ചോനെ മക്കളെ കെട്ടിക്കാണ്ടല്ലോ, വീട് വെക്കാണ്ടല്ലോ, പടച്ചോനെ കല്യാണമെന്നല്ലോ, സ്വർണത്തിന് വിലയേറിയല്ലോ, പടച്ചോനെ എന്റെ ബാങ്ക് ആകെ പൊട്ടിപ്പൊളിഞ്ഞല്ലോ, എന്തായി ഒരു പേടി ഉണ്ടാകൂല. കാരണം എന്തെന്നറിയോ, അല്ലാഹ് അതില്ലെങ്കിലോ അല്ലാഹു എന്ന ദിക്ർ കൽബിലില്ലെങ്കിൽ ഫഇന്ന ലഹു മഈശതൻ ലംഘാ,
ജീവിതം കുടിസാകും. വലിയ വലിയ വീടുണ്ടായാലും സന്തോഷം ഉണ്ടാകൂല, വലിയ കോടീശ്വരൻ എന്നാലും സന്തോഷം ഉണ്ടാകൂല. ഖൽബില് ദിക്റുണ്ടോ, നീ ഏത് ചീഞ്ഞ തുണിയും കുപ്പായും എടുത്താലും നീ ടൈയും കോട്ടും കെട്ടിയവനാണ്. ഏത് ചെറ്റക്കുടിലാണെങ്കിലും നീ കൊട്ടാരത്തിലാണ്. എവിടെ ധന്യത? പൈസയും പണമല്ല, കൽബിന്റെ ധന്യത. അത് ദിക്റുണ്ടേ കിട്ടുള്ളൂ. അല്ലാതെ കൽബിൽ തീരെ കൊടുക്കാതെ നീ 1,00,000 സുബ്ഹാനല്ലാഹ് ആവോണ്ട് മാത്രം പറഞ്ഞാൽ കൽബിന് സമാധാനം കിട്ടൂല. വലിയ കൂലി കിട്ടും, സമാധാനമൊക്കെ ഉണ്ടാവും. പരിപൂർണ്ണ അർത്ഥം കിട്ടണമെങ്കിൽ കൽബിൽ ദിക്റുണ്ടാകണം. ഇതാണ് അല്ലാഹുവിന്റെ നബി തങ്ങൾ പറഞ്ഞത്, മൻ ദക്കറകുമുല്ലാഹ്, അല്ലാഹനെ ഓർമ്മിപ്പിച്ചു തരുന്നവരാരോ അവരടുത്ത് പോയി ഇരിക്കണേ എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി.